ജീവിത സമ്മർദ്ദങ്ങളുടെ മധ്യത്തിൽ 1 പത്രോസ് 4:12 മുതൽ 19 വരെ ചിന്തയ്ക്കായിട്ട് 16 വാക്യം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ഒരു ദീർഘദൂര യാത്രാ തീവണ്ടിയിലെ സ്ലീപ്പർ കോച്ചിൽ ജോലി ചെയ്തിരുന്ന ഒരു കണ്ടക്ടർക്ക് ഒരു ദിവസം യാത്രക്കാരുടെ അതികർക്കശമായ ശകാരങ്ങളും പരാതികളും പ്രതിഷേധവും നേരിടേണ്ടിയിരുന്നു. പരിഷ്കൃത രീതിയിലുള്ള പുതിയ സ്ലീപ്പറിന് പകരം ഒരു പഴഞ്ചൻ സ്ലീപ്പറാണ് ആ വണ്ടിയിൽ അന്ന് ഘടിപ്പിച്ചിരുന്നത്. അതായിരുന്നു യാത്രക്കാരുടെ അമർഷത്തിനുള്ള കാരണം. കണ്ടക്ടറുടെ വീഴ്ച കൊണ്ടോ കുറ്റം കൊണ്ടോ അല്ലായിരുന്നു അപ്രകാരം സംഭവിച്ചത്. യാത്രക്കാർക്ക് അതറിയാമായിരുന്നെങ്കിലും അവർ റെയിൽവേ ഉദ്യോഗസ്ഥനോട് കർക്കശമായി പെരുമാറുകയും അയാളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. ആ മനുഷ്യൻ എന്തു ചെയ്യാനാണ്? ആർക്കാണെങ്കിലും മനക്ഷോഭം ഉണ്ടാകുന്ന സാഹചര്യം. പക്ഷേ ആ റെയിൽവേ ഉദ്യോഗസ്ഥനാകട്ടെ സമനില തെറ്റാതെ പുഞ്ചിരിയോടുകൂടി എല്ലാവരോടും ഇടപെടുകയും സൗമ്യമായി സംസാരിക്കുകയും ഉള്ള സൗകര്യം കൊണ്ട് സുഖമായി യാത്ര ചെയ്യാനുള്ള മാനസികമായ കാലാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. നമ്മുടെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനിടയ്ക്ക് മറ്റുള്ളവർ സഹതാപശൂന്യമായി നമ്മെ വിമർശിക്കുകയും കാര്യം മനസ്സിലാക്കാതെ പെരുമാറുകയും ചെയ്യുമ്പോൾ മാത്രമല്ല, ജോലി തിരക്ക് കൂടുമ്പോഴും സുപ്രധാനമായ പല ചുമതലകളും ചെയ്തു തീർക്കാൻ സമയം കിട്ടാതെ വരുമ്പോഴും നമ്മുടെ മനസ്സ് ക്ഷോഭിക്കുകയും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്യുക സാധാരണമത്രേ. ശരീരവും മനസ്സും വലിഞ്ഞു മുറുക്കപ്പെട്ടതുപോലെ ആകുന്നതും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. ശരീര മനസ്സുകളുടെ സുഗമമായ പ്രവർത്തനത്തെയും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരവസ്ഥ വിശേഷം തന്മൂലം സംജാതമാവുകയും ചെയ്യും. നിരന്തരമായ ഇത്തരം പിരിമുറുക്കങ്ങൾ മൂലം ആമാശയ സംബന്ധമായ രോഗത്തിന് അധീനരായി തീരുന്ന അനവധി രോഗികളെ ഡോക്ടർമാർക്ക് നിത്യേന ചികിത്സിക്കേണ്ടതായി വരാറുണ്ട്. പക്ഷേ മരുന്നുകൊണ്ടല്ല, മനോഭാവം മാറുന്നതുകൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറൂ എന്ന് ആധുനിക ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ശരീര മനസ്സുകൾക്ക് കേടുവരുത്തുന്ന സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെയും പിരിമുറുക്കങ്ങളെയും അതിജീവിക്കുവാനും മനസ്സിൻ്റെ സമനില തെറ്റാതെ കാത്തു സൂക്ഷിക്കുവാനും എന്താണ് മാർഗമെന്ന് കണ്ടുപിടിക്കേണ്ടതാണല്ലോ. മേൽപ്പറഞ്ഞ റെയിൽവേ ഉദ്യോഗസ്ഥൻ ഏത് പ്രകോപനപരമായ സാഹചര്യത്തെയും അദ്ദേഹം അക്ഷോഭ്യനായി നേരിടുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാം. എൻ്റെ പരമാധികാരം ഉപയോഗിച്ച് ഞാൻ ഓരോ കാര്യവും ചെയ്യുന്നു, പിന്നീട് വരുന്നതുപോലെ വരട്ടെ എന്ന് വയ്ക്കുന്നു. ഞങ്ങളുടെ പരിശീലന കാലത്ത് 3 കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 1. കഠിനമായി അധ്വാനിക്കുക. 2. മര്യാദയായി പെരുമാറുക. 3. ദൈവത്തിൽ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുക. ഇതിൽ 3ാമത്തേതാണ് പരമപ്രധാനമായിട്ടുള്ളത്. ദൈവകൃപ കൊണ്ട് മാത്രമാണ് ഏത് പ്രതിസന്ധിയിലും പ്രശാന്തരായി വർത്തിക്കാൻ എനിക്ക് കഴിയുന്നത്. നമ്മുടെ ശരീര മനസ്സുകളെ സ്വസ്ഥമാക്കാൻ ഈ 3 കാര്യങ്ങളും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. നമ്മുടെ പ്രവൃത്തികളുടെ അപര്യാപ്തതയെക്കുറിച്ചോ നമ്മുടെ അപ്രാപ്തിയെക്കുറിച്ചോ ഓർത്ത് പരവശരായി തീരേണ്ട ആവശ്യമില്ലെന്നാണ് ഹഡ്സൺ ടൈലറും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നാം ചെയ്യുന്ന ഓരോ ജോലിയും ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ജോലിയാണ്. നമ്മുടെ കഴിവിനെ കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ആ ജോലി, അതെത്ര ഉത്തരവാദിത്വമേറിയ ആ ജോലിയാണെങ്കിലും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ചെയ്യാനുള്ള ജോലി പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ബാക്കി കാര്യം ദൈവം നോക്കിക്കൊള്ളും. ഓർക്കണമേ, കോപം രൂക്ഷമാകുമ്പോൾ വിവേകം സ്ഥലം വിടുന്നു. ഗലാത്യർ 5:13. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.